ചെറിയൊരു ചലനത്തിൽ പോലും ഒരു ഗാഢ സുഷുപ്തിയും ഒരു സ്വപ്നവും ഒളിഞ്ഞിരിപ്പുണ്ട്. സുഷുപ്തിയും സ്വപ്നവും കൂടാതെ ഒരു നിമിഷമില്ല. ജാഗ്രതയില്ലാത്ത നിമിഷങ്ങളുണ്ട്. സ്വപ്നമില്ലാതൊരു ജാഗ്രതയില്ല. ജാഗ്രത സ്വപ്നത്തിലാണ് ലയിക്കുന്നത്. ഒരു വാക്ക് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ ജാഗ്രത മറയുകയും നിങ്ങളുടെ സ്വപ്നത്തിൽ ആ വാക്ക് ചേരുകയും ഞാൻ പറഞ്ഞതും പറയാത്തതുമായ അർത്ഥങ്ങൾ സന്നിവേശിക്കുകയും ചെയ്യും. അഗ്രീഡ്. അത് നിങ്ങളുടെ സുഷുപ്തിയിൽ ആന്തോളനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സുഷുപ്തിയാണ് എല്ലാം എന്നറിഞ്ഞാൽ അന്തരംഗ സാധനയിൽ ഏറ്റവും പ്രധാനം ഈ സുഷുപ്തിയെ അതിക്രമിക്കുക. ഉറക്കം തീരുമാനിച്ചപ്പോൾ ഉറങ്ങുക, ഉറങ്ങിയിട്ടുറക്കത്തെ അതിജീവിക്കുക. ആദ്യം ഉറക്കമാണിതെന്ന് അറിയണം. ഉറക്കത്തിലും കർമ്മകലാപങ്ങളും ജാഗ്രത് സ്വപ്നങ്ങളും ആണ് നിലകൊള്ളുന്നത്. ആ ഓരോ ഉറക്കത്തിലും ജാഗ്രത് സ്വപ്നത്തിലും സ്വപ്നം ജാഗ്രതോടുകൂടി സുഷുപ്തിയിലും ലയിക്കുമ്പോഴും ഇനിയും സ്വപ്നം വരാനും ഉണരാനും സാധ്യതയുണ്ട്. ഇനിയും കർമ്മകലാപങ്ങളുടെ സുഖദുഃഖങ്ങൾക്ക് സാധ്യത വച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഓരോ ഉറക്കവും അടുത്ത സ്വപ്നത്തിൻ്റെയും ജാഗ്രത്തിൻ്റെയും ബീജഭാവമാണ്. ആ ബീജം ഇല്ലാതാക്കി ഒന്നുറങ്ങിയാൽ ഉറക്കത്തെ അതിജീവിച്ചു. അത് മൃത്യുവല്ല. മൃത്യുവും ബീജത്തിനിടവച്ചാണ്. അത് കുറെ കൂടെ മറവി തരുന്ന ഉറക്കമാണെന്ന് മാത്രം. നിത്യവുമുള്ള ഉറക്കം നാളെ ഉണരാനുള്ളതാണ്. ഈ ശരീരം വെടിഞ്ഞുള്ള ഉറക്കം വീണ്ടും ഒരു ശരീരത്തിൽ വരാനുള്ള ഉറക്കമാണ്. ഇന്നു പാടി തീരാത്ത പാട്ടുകൾ ഈ കണ്ഠത്തിൽ പാടാനാവില്ലെങ്കിൽ വേറൊരു കണ്ഠവും മുറിച്ച് പാടാൻ അത് സ്വീകരിക്കാൻ പോയി തിരിച്ചു വരികയാണ്. അതുകൊണ്ട് മൃത്യുവും ആത്യന്തികമല്ല. ഓരോ ദിവസത്തെ സുഷുപ്തി ആ ദിവസത്തിൻ്റെ അവസാനമേ ആകുന്നുള്ളൂ. എൻ്റെ ജാഗ്രത് സ്വപ്നങ്ങളുടെ അവസാനമാകുന്നില്ല. മൃത്യു എൻ്റെ ജീവചക്രത്തിൻ്റെ അന്ത്യമാകുന്നില്ല. ആത്യന്തികമായ മോചനം മൃത്യുവിലില്ല. മൃത്യുവിനെ, സുഷുപ്തിയെ അതിക്രമിക്കുക, സുഷുപ്തിയെയും കടക്കുന്ന, മൃത്യുവിനെയും ഉല്ലംഘിക്കുന്ന ആ രംഗത്തെ ഒന്ന് ഭാവന ചെയ്യുക. ഭാവന ചെയ്യുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അടുത്തതിന് ശ്രമിക്കുക. ഇല്ലെങ്കിൽ സുഷുപ്തിയിൽ കുറേ കാലം തുടരുക. കാരണം ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതും സ്വപ്നവും സ്വച്ഛന്തമുണ്ടാവും. അന്തരംഗ സാധനയും ബഹിരംഗ സാധനയും അടുക്കുള്ളതായിത്തീരും. അത് കഴിഞ്ഞ് ഈ ലൗകിക യാത്രയുടെ ഏതാണ്ടൊരു സായാഹ്നത്തിൽ പുതിയൊരു വാഹനത്തിൽ യാത്ര ചെയ്യാം, മന്ത്രശരീരവും വഹിച്ച്. ഉപാസനാ കാണ്ഡങ്ങളിൽ അതിൻ്റെ വിസ്തൃത വർണ്ണനയുണ്ട്. അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് മാത്രം കേൾക്കേണ്ടതാണ് ആ ലോകം. ഇവിടം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം വന്നു, വാക്കുകൾ കൊണ്ട് മനസ്സിലാവുകയും ചെയ്തു. ഇനി നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോ ഈ ശരീരമോ കൊണ്ട് യാത്ര ചെയ്യാവുന്ന ലോകത്തേക്കല്ല. ഈ വാതിൽ വരെ എല്ലാവർക്കും യാത്ര ചെയ്യാം. ഇവിടെ ഭേദങ്ങളില്ല. ഇനി പാസ്പോർട്ടും വിസയൊക്കെ വേണ്ട ലോകമാണ്. ഇത് അനായാസമുള്ള യാത്രയായിരിക്കണം. ഈ അന്തര്യോഗത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സ്, മനസ്സിൽ നിന്ന് ബുദ്ധി, ബുദ്ധിയിൽ നിന്ന് ചിത്തം, അതിൽ നിന്ന് അഹങ്കാരം, ഇവയുടെ തലങ്ങളെല്ലാം ജാഗ്രത്തിലും സ്വപ്നത്തിലും ചേർത്ത് വെച്ച് കടന്ന് ഏകീഭൂതമായ സുഷുപ്തിയുടെ
അകത്തളം വരെ എത്തി നിൽക്കുക. ഇനിയാണ് 3 പകലുകളും 3 രാത്രികളും ഉറക്കമൊന്ന് നിർത്തി നോക്കേണ്ടത്. ഉറക്കത്തെ അതിക്രമിക്കാൻ ശ്രദ്ധിച്ചാൽ യമനെത്തും. ശബ്ദം കുറയും. നിങ്ങൾ കുട്ടിയായിട്ട് ഉറക്കമിളച്ചാൽ, കുട്ടിയായിട്ട് ആഹാരം നിർത്തിയാൽ, മുതിർന്നിട്ട് ആഹാരം നിർത്തിയാൽ പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഇന്ദ്രിയം വലിച്ചു കഴിക്കും. അതിൻ്റെ പേര് പിടിച്ചു നിൽക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ത്വക്ക് കുറേ ആഹാരം വലിച്ചു കയറ്റും. അതിൽ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് കുറേ ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ നിൽക്കാം. ഒരു കൊച്ചുകുട്ടിക്ക് പറ്റില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ആഹാരം പൂർണ്ണമായൊരു 3 ദിവസം നിർത്തുമ്പോൾ, പൂർണ്ണമായി ഉറങ്ങാതൊരു 3 പകലും രാത്രിയും നിൽക്കുമ്പോൾ യമനെത്തും. എത്തുമ്പോൾ അവിടേക്ക് പോകാതെ തിരിച്ചു പോരാൻ സാമർഥ്യം വേണം.